നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. യൂറിക് ആസിഡ് വർദ്ധിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഇന്ന് ആയുർജീവനത്തിൽ സംസാരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ യൂറിക് ആസിഡ് വർദ്ധിച്ച് ധാരാളം പ്രശ്നങ്ങളുണ്ടാകുന്നു. മനുഷ്യ ശരീരത്തിലെ ജനിതക വസ്തുവാണ് DNA. DNAയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് പ്യൂരിനുകൾ. പ്യൂരിനുകൾ മനുഷ്യ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൂടാതെ ചില ഭക്ഷ്യവസ്തുക്കളിലൂടെ പ്രകൃതിദത്തമായി പ്യൂരിനുകൾ മനുഷ്യ ശരീരത്തിലെത്തുകയും ചെയ്യുന്നു. പ്യൂരിനുകൾ പരിണമിച്ച് യൂറിക് ആസിഡായി മാറുന്നു. ഇവ മൂത്രത്തിൽ കൂടി പ്രധാനമായും വിസർജിക്കപ്പെടുന്നു. നാം അറിയാതെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഈ പ്രക്രിയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ പ്യൂരിൻ സമ്പുഷ്ടമായ ആഹാരം കൂടുതലായി കഴിച്ചു കഴിയുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് പലതരം രോഗങ്ങളിലേക്ക് നയിക്കുന്നു. പ്രധാനമായി യൂറിക് ആസിഡ് വർദ്ധിച്ച് യുവജനങ്ങളിലുണ്ടാകുന്ന ഗൗട്ട് എന്ന സന്ധിവാതം, കിഡ്നിയിലെ കല്ലുകൾ ഇവയാണ് സാധാരണമായി കാണുന്നത്. യുവജനങ്ങളിൽ എങ്ങനെയാണ് യൂറിക് ആസിഡ് വർദ്ധിക്കുന്നതെന്ന് നോക്കാം. സമ്പുഷ്ടമായ ആഹാരം കഴിക്കുകയും അതിനനുസരിച്ച് വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് നമുക്കുള്ളത്. ഈ സാഹചര്യത്തിൽ പ്യൂരിനുകൾ അധികമുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്നു. പ്യൂരിനുകൾ ധാരാളമായി കാണപ്പെടുന്ന ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം മത്സ്യമാംസങ്ങളാണ്. യൂറിക് ആസിഡ് വർദ്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. ആയുർവേദ ചികിത്സ ഇക്കാര്യത്തിൽ വളരെ ഫലപ്രദമാണ്. ആന്തരിക ഔഷധങ്ങൾ, പ്രത്യേകിച്ച് കഷായങ്ങൾ നൽകുന്നു. അതുകൂടാതെ പഥ്യാനുഷ്ഠാനങ്ങൾ കർശനമായി നിർദ്ദേശിക്കുന്നു. കാരണം പ്യൂരിനുകൾ സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ മരുന്ന് കഴിക്കുന്ന വേളയിൽ തീർച്ചയായും ഒഴിവാക്കണം. യൂറിക് ആസിഡ് വർദ്ധിക്കാതിരിക്കാൻ ഉള്ള ഭക്ഷണക്രമത്തിൽ ഏറ്റവും പ്രധാനം കൊഴുപ്പും പ്രോട്ടീനും കുറഞ്ഞ ഭാരതീയ ഭക്ഷണങ്ങളാണ്. ഇതുകൂടാതെ മെഡിറ്ററേനിയൻ ഡയറ്റ്, ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തത്തിൽ നിർദ്ദേശിക്കുന്ന മിതമായ ആഹാര പാനീയങ്ങൾ, പ്രകൃതി ഭക്ഷണം ഇവയെല്ലാം തന്നെ യൂറിക് ആസിഡ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.